സെൽഫ് അവെയർ യൂണിവേഴ്സ്, എന്നിലും നിങ്ങളിലും ചരാചരങ്ങളിലും പ്രപഞ്ചത്തിലും ഗോളങ്ങളിലും സൂര്യനിലും സ്വബോധം എന്ന കോൺഷ്യസ്നസ് ഉണ്ടെന്നും ആ അറിവാണ് ഈശ്വര ചൈതന്യമെന്നും ഋഗ്വേദം പഠിച്ചാൽ മനസ്സിലാകുമെന്ന് യജ്ഞവൽക്യൻ പറഞ്ഞപ്പോൾ പുരുഷസൂക്തത്തിലെ സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാത് സഭൂമിം വിശ്വതോ വൃത്വാത്യതിഷ്ഠ ദിശാങ്കുലം, പ്രപഞ്ച ചൈതന്യത്തിൽ ആയിരക്കണക്കിന് കണ്ണുകളും ആയിരക്കണക്കിന് പാദങ്ങളും ആയിരക്കണക്കിന് കൈകളുമുള്ള ഒരു പ്രപഞ്ച പുരുഷനുണ്ട്. ആ പ്രപഞ്ച പുരുഷ ചൈതന്യമാണ് സർവ്വതിനും സ്വബോധമുണ്ടാക്കുന്നത് എന്ന് ആ വരി മനസ്സിലാക്കണമെങ്കിൽ ഋഗ്വേദത്തിലേക്ക് പോകണം. അതുപോലെ തന്നെ 10ാം മണ്ഡലത്തില് വിശ്വതശ്ചക്ഷുരുത വിശ്വതോ മുഖോ വിശ്വതോ ബാഹുരുത വിശ്വതസ്പാദം തം ബാഹുഭ്യാം ദമാദിസമ്പദത്രൈർ ദ്യാവാ പൃഥിവീ ജനയൻ ദേവ ഏകാഹ. ഈ ദ്യാവാ പൃഥിവികളെ മുഴുവനും സൃഷ്ടിച്ച ആ ഈശ്വര ചൈതന്യത്തിന് വിശ്വം മുഴുവനും കണ്ണുകളും വിശ്വം മുഴുവനും കൈകളും വിശ്വം മുഴുവനും പാദങ്ങളുമുണ്ട്. അതിനെ മനസ്സിലാക്കണമെങ്കിൽ ശിക്ഷാസഖേഭ്യ ഹവിഷിസ്വധാവ സ്വയം യാജസ്വധന്വം പ്രധാന, സഹപ്രവർത്തകരുമായി ചിന്തിച്ച് ചർച്ച ചെയ്ത് മനസ്സിലാക്കി അറിഞ്ഞ് ഉൾക്കൊണ്ട് അതിനെ തൊഴാൻ വേണ്ടി അല്ലെങ്കിൽ നമസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കാൻ പറഞ്ഞിരിക്കുന്ന വിശ്വാമിത്രകൃതിയായ 10ാം മണ്ഡലത്തിലെ ഈ അനുവാകത്തിലെ ഈ വരിയെ ഇന്ന് ലോകത്തിൽ അംഗീകരിച്ചിരിക്കുന്നത് പ്രജ്ഞാനം ബ്രഹ്മ, അറിവ് സ്വബോധം ഈശ്വര ചൈതന്യമാണ് എന്ന് കൃത്യം തിയറട്ടിക്കൽ ഫിസിക്സ് വന്ന് നിൽക്കുന്ന ഒരു ബിന്ദുവാണ് ഇത്. ഷ്രൂഡിഞ്ചറും ഹെയ്സൻബർഗും ഐൻസ്റ്റീനും അവരുടെ ലാസ്റ്റ് ദിവസങ്ങളില്, ഐ വിൽ സേ അവരുടെ നോബൽ പ്രൈസ് വാങ്ങിച്ചതിന് ശേഷം, മരണശയ്യയിൽ കിടക്കുമ്പോഴൊന്നുമല്ല, നോബൽ പ്രൈസ് വാങ്ങിച്ചതിന് ശേഷം കിട്ടിയ സമയത്തില് ഭാരതീയ ചിന്താധാരകൾ വായിച്ച സമയത്ത് അവർ പറയുന്നു, ദ തിയറട്ടിക്കൽ ഫിസിക്സ് വിൽ ബി മീറ്റിംഗ് 1 point by the end of 20th century and that point will be the conclusion given by the rishis of India. ഇതിനപ്പുറം ഒരു ക്ലാരിറ്റിയും വേണ്ട, ഒരു ക്വാളിഫിക്കേഷനും ഒരു ഡെഫിനിഷനും വേണ്ട. തിയറട്ടിക്കൽ ഫിസിക്സ് 20ാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിൽ ഏതു ബിന്ദുവിലാണോ ചെന്ന് എത്തി നിൽക്കുന്നത് അവിടെയായിരിക്കും ഭാരതീയ ചിന്താധാരയിലെ ഋഷിവര്യന്മാര് കൺക്ലൂസീവായിട്ട് പറഞ്ഞിരിക്കുന്ന അവസാനത്തെ ബിന്ദു. എക്സാക്ട്ലി ദാറ്റ് ഹാസ് ഹാപ്പൻഡ് ഹിയർ. ആ ചിന്താധാരയിലൂടെ ഋഗ്വേദം മുഴുവനും പഠിച്ചാൽ പ്രജ്ഞാനം ബ്രഹ്മം എന്ന വരിയില് യജ്ഞവൽക്യൻ പറഞ്ഞ ആ വരിക്ക് ശേഷം യജുർവേദം പഠിച്ചാൽ എന്താ മനസ്സിലാക്കാൻ സാധിക്കുക എന്ന ചോദ്യത്തിന് ഈശ്വരൻ 2ാമത്തെ രൂപത്തിലുണ്ട്. അഹം ബ്രഹ്മാസ്മി. ഇന്നാരും അഹം ബ്രഹ്മാസ്മി എന്ന് കളിയാക്കി പറയാറില്ല. കാരണം അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് ചിന്തിക്കാൻ പറ്റുന്നതിലപ്പുറമുള്ള ഒരു ഡൈനാമിറ്റ് ആണെന്ന് പലർക്കും മനസ്സിലായി തുടങ്ങി. അഹം ബ്രഹ്മാസ്മി എന്ന് ഹോട്ടലിലെ കാഷ്യർ പറയുന്ന മാതിരിയല്ല യജ്ഞവൽക്യൻ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തത്. കാരണം ഈ ശരീരത്തിനകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുക. എന്റെ വാക്കുകള് അക്ഷരം പ്രതി ശ്രദ്ധിക്കുന്ന ഈ സദസ്സിലുള്ള ഓരോ വ്യക്തിയുടെയും ഹാർട്ട് കൃത്യമായി 72 പ്രാവശ്യം അടിക്കുന്നുണ്ട്. അവര് 16 പ്രാവശ്യം ശ്വാസോച്ഛ്വാസം ചെയ്യുന്നുണ്ട്. അവരിന്ന് ഉച്ചയ്ക്ക് ഈ ക്ഷേത്രത്തിൽ നിന്ന് കഴിച്ച പ്രസാദം കൃത്യമായിട്ട് ദഹിക്കുന്നുണ്ട്. ദഹിച്ച ഭക്ഷണം ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യുന്നുണ്ട്. അബ്സോർബ് ചെയ്ത ഭക്ഷണം ന്യൂക്ലിയോ അഡിനോസിൻ ഡൈഫോസ്ഫേറ്റും അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റുമായ എനർജി മോളിക്യൂളുകളായി മാറുന്നുണ്ട്. ആ എനർജി മോളിക്യൂളുകൾ ശരീരത്തിലൂടെ സഞ്ചരിച്ച് കണ്ണ് തുറന്നു വെക്കാൻ നിങ്ങളോട് നിർബന്ധിക്കുന്നുണ്ട്. ആ എനർജി മോളിക്യൂളുകളാണ് നിങ്ങളുടെ ചെവിയെ ഈ വാക്കുകളിലേക്ക് ശ്രദ്ധിപ്പിക്കുന്നത്. ആ എനർജി മോളിക്യൂളാണ് ഇവിടെ ഇരിക്കുന്ന ചിലരുടെ താടിക്ക് കൈകൊടുത്തുകൊണ്ട് അവരെ ഇരിക്കാൻ നിർബന്ധിക്കുന്നത്. ഇത് ഇവരറിയുന്നില്ല. കാരണം ആരോ ശരീരത്തിനകത്ത് ചെയ്യിക്കുകയാണ്. ആരാ ചെയ്യിച്ചത്? സൃഷ്ടികർത്താവല്ല, അച്ഛനും അമ്മയുമല്ല, ഇവിടത്തെ MLA യുമല്ല,
ഇവിടുത്തെ പഞ്ചായത്തിലെ വാർഡ് മെമ്പറുമല്ല. പിന്നെ ആരാ നിങ്ങളെ ചെയ്യിച്ചത്? ഈ രീതിയിൽ ഇരുത്തുന്നത്, എഴുന്നേറ്റ് പോകണ്ട എന്ന് പറയുന്നത്? ഒറ്റ ആൻസറേ പറയാൻ സാധിക്കുള്ളൂ. ഈ ശരീരത്തിനകത്ത് ശിവം എന്ന ശരീരം ശവം എന്ന ശരീരമാകുന്നതിനിടയ്ക്ക് ശരീരത്തിനകത്തൊരു ചൈതന്യമുണ്ട്. അത് ശവമായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പറഞ്ഞ മാതിരി അത് ഒരേ സ്ഥലത്ത് കിടക്കും. നിങ്ങൾ പറഞ്ഞ മാതിരി ഒന്നും അത് കേൾക്കില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത് മാതിരി പോലും കേൾക്കാതെ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന ചൈതന്യം, അത് ബയോകെമിസ്ട്രി പ്രൊഫസർമാര് കഴിഞ്ഞ 115 വർഷമായിട്ട് ബയോകെമിസ്ട്രിയിൽ ഗവേഷണവും റിസർച്ചും പഠനവും പഠിപ്പിക്കലും എല്ലാം നടത്തിയതിനു ശേഷം 2000 ആണ്ടിന്റെ അവസാനത്തിൽ പറഞ്ഞു, ഈ ജീവൻ എന്താണെന്ന് ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പിച്ചു മനസ്സിലായി. അത് ഇത്രയും കാലം ഉറപ്പിച്ചു മനസ്സിലാവാതിരിക്കാൻ കാരണം കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് മനസ്സിലായി. ഇപ്പൊ എന്താ മനസ്സിലായത്? കണ്ടുപഠിക്കാനേ പറ്റുള്ളൂ, കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന്. കണ്ടുപഠിച്ചതാ ഇതെല്ലാം. ഇത് മനസ്സിലാക്കിയപ്പോഴാണ് കണ്ണ് പ്രവർത്തിക്കുന്നതിന്, എന്റെ കണ്ണ് മാത്രം ഒരു 10 സെക്കൻഡ് പ്രവർത്തിക്കുന്നതിന് INS വിക്രാന്ത് എന്ന യുദ്ധക്കപ്പല് 10 വർഷം പ്രവർത്തിക്കാൻ വേണ്ട ശ്രദ്ധ 10 സെക്കൻഡ് പ്രവർത്തിക്കാൻ എന്റെ ഒരു കണ്ണിന് വേണ്ടി ഡിവോട്ട് ചെയ്യണം. ആരാ ഡിവോട്ട് ചെയ്യുന്നത്? എന്റെ ശരീരത്തിനകത്ത് ഒരു ക്യാപ്റ്റൻ ഇല്ല, എന്റെ ശരീരത്തിനകത്ത് ഒരു നിയന്ത്രണവും ഇല്ല. പക്ഷേ ഒരാളുണ്ട്, സർവ്വതും നിയന്ത്രിക്കുന്ന ഒരാള്. ആ വ്യക്തി പുറത്ത് കാണാതെ എന്റെ ശരീരത്തിന്റെ ടെമ്പറേച്ചർ 37.3 ഡിഗ്രി സെന്റിഗ്രേഡ് കൃത്യം നിലനിർത്തുകയാണ്. 37.3 നിന്ന് 37.4 ഡിഗ്രി ടെമ്പറേച്ചർ എന്റെ ശരീരത്തിലായാൽ എന്നെ കൊണ്ട് വിയർത്തൊലിയിപ്പിക്കും. ഞാൻ വിയർക്കാൻ തുടങ്ങും. ആ ടെമ്പറേച്ചർ 37.2 ആയാൽ ഞാൻ ഷിവർ ചെയ്യാൻ തുടങ്ങും. മസിൽ വൈബ്രേഷൻ കൊണ്ട് ശരീരത്തിലെ ടെമ്പറേച്ചർ തനിയെ ഉണ്ടാക്കും. ഗോപാലകൃഷ്ണനോട് ചോദിക്കില്ല, ശരീരം തന്നെത്താൻ അത് ചെയ്യും. ഈ ചെയ്യിക്കുന്നത് ആരാണെന്ന് ശാസ്ത്രത്തിന് കണ്ടുപിടിക്കാൻ സാധ്യമല്ല. ഭാരതത്തിലേക്ക് വരണം. 11,000 വർഷം പാരമ്പര്യമുള്ള ഇവിടെ എഴുതിയിരിക്കുന്ന ഉപനിഷത്തുക്കളിലേക്ക് വന്നു ചോദിച്ചാൽ ഒറ്റ വരിയിൽ അവർ ഉത്തരം പറയും, ജീവോ ബ്രഹ്മൈവ നാപരാ. ജീവൻ എന്ന് പറയുന്നത് ബ്രഹ്മചൈതന്യമാണ്. എന്താ കണ്ടുപിടിച്ചത്? ഈ തിരുവനന്തപുരം സിറ്റി മുഴുവനും കറങ്ങി 110 വർഷം നടന്ന പാറശാല വഴിയും എല്ലാം പോയി അവസാനം ആരോടും ചോദിക്കാതെ ക്ഷേത്രത്തിന്റെ മുമ്പിൽ വന്ന ഒരാളോട് ചോദിച്ചു, ഏതാ പാറശാല മഹാദേവ ക്ഷേത്രം? അപ്പൊ മറ്റേ ആള് തിരിച്ചു ചോദിച്ചു, 110 വർഷം നിങ്ങൾ കറങ്ങി നടന്നിട്ടും ഈ ക്ഷേത്രം കണ്ടില്ലേ? നിങ്ങളിപ്പോ നിൽക്കുന്നത് അതിന്റെ മുമ്പിലാ. ഇതുപോലൊരു ഉത്തരമാണ് ജീവോ ബ്രഹ്മൈവ നാപര എന്ന് ഋഷിവര്യന്മാര് ഭാരതീയ ചിന്താധാരകളെ കുറിച്ച് പറഞ്ഞതിനെ ആധുനിക ശാസ്ത്രജ്ഞന്മാരെടുക്കുന്നത് സെൽഫ് കോൺഷ്യസ്നസ്. ഓരോന്നും നോക്കുക, ഓരോ ജീവജാലങ്ങളെയും നോക്കുക. ഒരു കോഴി അതെന്തെല്ലാം തിന്നണമെന്ന് ജനിച്ചു വരുമ്പോ അതിനറിയാം. ഒരു പശുവിനറിയാം, ഒരു പൂച്ചക്കറിയാം, ഒരു പട്ടിക്കറിയാം, ഒരു പോത്തിനറിയാം, ഒരു ആനയ്ക്കറിയാം. കൃത്യമായിട്ട് അതിനറിയാം എന്തെല്ലാം ഭക്ഷിക്കാം, എന്തെല്ലാം ഭക്ഷിക്കാൻ പാടില്ലെന്ന്. പൂച്ചക്ക് എലിയെ കണ്ടാൽ തിരിച്ചറിയും. അതേ എലിയെ ആന കണ്ടാൽ ഒന്നും ചെയ്യില്ല. കാരണം ആനയ്ക്കറിയാം എലിയുമായിട്ട് വലിയ ബന്ധമൊന്നും ഉണ്ടാക്കാൻ എന്റെ സൃഷ്ടികർത്താവ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് യജ്ഞവൽക്യൻ പറഞ്ഞതുപോലെ ആദ്യത്തെ ഈശ്വര ചൈതന്യം പ്രജ്ഞാനം ബ്രഹ്മ, രണ്ടാമത്തേത് അഹം ബ്രഹ്മാസ്മി. സാമവേദം മുഴുവനും പഠിച്ചാൽ നിനക്ക് എന്തു മനസ്സിലാകുമെന്ന ചോദ്യത്തിന് യജ്ഞവൽക്യൻ പറഞ്ഞു തത് ത്വമസി. മൂന്നാമത്തെ മഹാവാക്യമാണത്. പ്രജ്ഞാനം ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി, തത്വമസി. സുകുമാർ അഴീക്കോട് തത്വമസി എഴുതിയിട്ടുണ്ട്. അതേ തത്വമസി തന്നെയാണ് ഇതും. ഉപനിഷത്ത് വാക്യമാണ്. ഞാൻ ഈശ്വര ചൈതന്യമാണെങ്കിൽ, അഹം ബ്രഹ്മാസ്മിയാണെങ്കിൽ, തത് അത് തന്നെയാണ്, ത്വം നീയും അസി ആകുന്നു. അതേ ഈശ്വര ചൈതന്യമാണ് നീയും എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അഥർവവേദം പഠിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അയമാത്മാ ബ്രഹ്മ, ഈ ആത്മചൈതന്യമാണ് ബ്രഹ്മചൈതന്യം എന്ന് പറഞ്ഞത്. ഇന്ന്
ഇവിടേക്ക് വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് ഏകദേശം 1 മണിക്കൂർ മുൻപ് ഒരു MRCPയും FRCSുമുള്ള അതിപ്രഗത്ഭനായ ഒരു ഡോക്ടർ, അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞോളാനും പറഞ്ഞു, ഡോക്ടർ ഭാസ്കരൻ നായർ, കൊല്ലത്തുകാരനാ, ടെലിഫോണിൽ വിളിച്ചു ചോദിച്ചു, എന്താ സാറേ ഈ ആത്മാവും പരമാത്മാവും, അതൊന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. ഞാൻ കൊല്ലത്തുനിന്ന് വിളിക്കുന്നത് STD ആണെങ്കിൽ ആത്മാവിനെയും പരമാത്മാവിനെയും കുറിച്ച് പറഞ്ഞാൽ STDക്ക് പൈസ കുറെ പോവും. ആത്മാവിന് വേണ്ടി അത്രയും STD എമൗണ്ട് മുടക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ ടെലിഫോണിലൂടെ പറയാം. എന്നാലും സാർ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. ഒരൊറ്റ വരിയിലെ ശാസ്ത്രം, സയൻസ് കൈകാര്യം ചെയ്യുന്നവർക്ക് ആത്മാവിനെയും പരമാത്മാവിനെയും പറയാൻ സാധിക്കും. പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യം, സർവ്വജീവജാലങ്ങളെയും നിയന്ത്രിക്കുന്ന ചൈതന്യം, സർവഗോളങ്ങളെയും നിയന്ത്രിക്കുന്ന ചൈതന്യം, 1250 ദശലക്ഷം പ്രകാശവർഷം നീളമുള്ള, ഡയമീറ്ററുള്ള ഈ പ്രപഞ്ചത്തിലെ ഓരോ ആസ്റ്ററോയിഡ്സിനെയും ഗാലക്സിയെയും സൂര്യന്മാരെയും അനേക കോടി ബ്രഹ്മാണ്ടാനാം മധ്യേ, അനേക കോടി ബ്രഹ്മാണ്ടങ്ങളുടെ മടുക്ക് നിൽക്കുന്ന ഞാൻ കാണുന്ന ഈ പ്രപഞ്ചത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന ഒരു ചൈതന്യമുണ്ടെങ്കിൽ പരമമായ ആത്മചൈതന്യമായതുകൊണ്ട് അതിനെ പരമാത്മ ചൈതന്യം എന്ന് പറയുന്നു. അതിന്റെ ഒരംശം ഏതെങ്കിലും ഒരു ശരീരത്തിനകത്തുണ്ടെങ്കിൽ അത് ജീവാത്മ ചൈതന്യം എന്ന രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. കടലില് വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഒരു ബക്കറ്റില് കടലിലെ വെള്ളം എടുക്കുക, എന്നിട്ട് ബക്കറ്റിനോട് ചോദിക്കുക, നീ കടലാണോ? ബക്കറ്റ് പറയും, ഞാൻ കടലല്ല. നീ കടൽ വെള്ളമാണോ നിന്നിലുള്ളത്? അതെ, എന്നിലുള്ളത് കടൽ വെള്ളമാണ്. നീ കടലല്ല, പക്ഷേ കടൽ വെള്ളമാണ് നിന്നിലുള്ളത് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല. അതുകൊണ്ട് കടലെന്ന പ്രപഞ്ചത്തിലെ ഒരു ബക്കറ്റിലെടുത്ത വെള്ളം ആണ് എന്റെ ശരീരത്തിലിരിക്കുന്ന ജീവചൈതന്യം. അതെങ്ങനെയാ മരിക്കുമ്പോ പരമാത്മാവുമായി ചേരുന്നത്? ആ ബക്കറ്റ് കടലിൽ മുക്കിപ്പിടിച്ച് ഒന്ന് പൊട്ടിക്കുക. എന്താ സംഭവിക്കുക? ജീവാത്മാവ് ഇരുന്ന കണ്ടെയ്നർ ബ്രേക്ക് ചെയ്തപ്പോൾ, മരിച്ചപ്പോൾ അതിനകത്തുണ്ടായിരുന്ന കടൽ വെള്ളം കടലിൽ അലിഞ്ഞു ചേർന്നു. ജീവാത്മാവ് പരമാത്മാവിലേക്ക് അലിഞ്ഞു ചേർന്നു. അപ്പൊ ഡോക്ടർ ഭാസ്കരൻ നായർ ചോദിച്ചു, ഈ ആത്മാവ് പുനർജനിക്കും എന്ന് പറയുന്നതോ? ഏത് സ്ഥലത്താണ് ആ ബക്കറ്റ് പൊട്ടിച്ചത് അതേ സ്ഥാനത്ത് മറ്റൊരു ബക്കറ്റ് മുക്കി വെള്ളം എടുക്കുക. എന്താ സംഭവിക്കുക? കടലിലെ കുറെ വെള്ളം ബക്കറ്റിലേക്ക് വരും. നേരത്തെ ഉണ്ടായിരുന്ന ബക്കറ്റിലെ വെള്ളം കടലിൽ അലിഞ്ഞു ചേർന്നതിൽ നിന്ന് കുറച്ചും ഇതിലേക്ക് വരും. അങ്ങനെ ആദ്യത്തെ ബക്കറ്റിലെ വെള്ളത്തിന് രണ്ടാമത്തെ ബക്കറ്റിലൂടെ പുനർജന്മം കിട്ടി. ഇതാരാ പറഞ്ഞത്? ഇത് വിശ്വാമിത്രൻ പറഞ്ഞതല്ല. പിന്നെ ആരാ പറഞ്ഞത്? മോസ്റ്റ് മോഡേൺ ഫിസിക്സുകാര് പറയുന്നു, എൻട്രോപ്പി ഓഫ് എ സിസ്റ്റം ഈസ് കോൺസ്റ്റന്റ്. ഒരു സിസ്റ്റത്തിനകത്തുള്ള പൂർണ്ണമായ ഊർജത്തിന്റെ അളവ് സ്ഥിരമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ മരിക്കുമ്പോൾ എന്റെ ഊർജം എങ്ങോട്ട് പോകണം? പ്രപഞ്ചത്തിൽ അലിയണം. ആരെങ്കിലും ജനിക്കുമ്പോൾ എവിടെ നിന്ന് കിട്ടണം? പ്രപഞ്ചത്തിൽ കിട്ടണം. ഇല്ലെങ്കിൽ പുറത്തു നിന്ന് വരണം. LTTEക്കാര് പുറത്തുനിന്ന് വരുന്നത് മാതിരി വേറെ എവിടെ നിന്നെങ്കിലും ഊർജം കൊണ്ടുവരാൻ സാധിക്കുമോ? സാധിക്കില്ല. കാരണം ഈ ക്വസ്റ്റ്യനും എക്സ്പ്ലനേഷനും പ്രപഞ്ചത്തെ കുറിച്ചല്ലാതെ ഭാരതത്തെ കുറിച്ചാണെങ്കിൽ നമുക്ക് പറയാം അമേരിക്കയിൽ നിന്ന് കൊണ്ടുവരാമെന്ന്. ഈ പ്രപഞ്ചത്തിലുള്ള എനർജി കോൺസ്റ്റന്റ് ആണെന്നും that energy can neither be created nor be destroyed. If one form of energy changes, it will appear in another form. എനർജി നശിപ്പിക്കാനോ സൃഷ്ടിക്കാനോ സാധ്യമല്ല. ഒന്ന് മാറിയാൽ അത് മറ്റൊന്നായി തീരും. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നാസതോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സദാ ഉഭയോരവിദൃഷ്ടോന്തസ്തനയോ തത്വദർശിവിഹി. ഉള്ളതില്ലാതെയാക്കാൻ സാധ്യമല്ല, ഇല്ലാത്തത് ഉണ്ടാക്കാനും സാധ്യമല്ല. ഇത് തമ്മില് വ്യക്തമായിട്ട് അറിയുന്നവരാരാണോ അവരെയാണ് സയന്റിസ്റ്റ്. ഉഭയോരവിദൃഷ്ടോന്ത
സ്തനയോ തത്വദർശിവിഹി, ഒരേപോലെ കാണാൻ സാധിക്കുന്നവരാണ് സയന്റിസ്റ്റുമാര് എന്ന് പറഞ്ഞത് ആരാണെന്നറിയാമോ? ശ്രീകൃഷ്ണനാ. ഒരു മോഡേൺ ശാസ്ത്രജ്ഞനുമല്ല. BC 3138 ശ്രീകൃഷ്ണൻ പറഞ്ഞുകൊടുത്ത ഭഗവത്ഗീതയിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. Whenever the system in equilibrium is disturbed, the system will adjust itself in such a way that the change in the equilibrium will be nullified എന്ന് ലീ ഷാറ്റ്ലിയർ പറഞ്ഞിരിക്കുന്ന സിദ്ധാന്തം, അത് പറഞ്ഞിരിക്കുന്നതും ശ്രീകൃഷ്ണനാ. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. സിസ്റ്റം ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന, ധാർമ്മികതയിലിരിക്കുന്ന സിസ്റ്റത്തിന് എപ്പോഴെല്ലാം അബ്നോർമാലിറ്റി സംഭവിക്കുന്നു അതിനെ നോർമലാക്കി കൊണ്ടുവരാൻ എന്റെ ഓർഡർ അനുസരിച്ച് സിസ്റ്റം പ്രവർത്തിക്കുമെന്ന് ലീ ഷാറ്റലിയർ ജനിക്കുന്നതിന് 5130 വർഷങ്ങൾക്ക് മുൻപ് ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. ആ രീതിയില് ജീവനെ കുറിച്ച് ജീവോ ബ്രഹ്മൈവ നാ പര എന്നും അഥർവവേദത്തിലൂടെ അയമാത്മാ ബ്രഹ്മ എന്നും പറഞ്ഞ മഹച്ചൈതന്യത്തെ കുറിച്ച് നോക്കുമ്പോഴാണ് ആധുനിക ശാസ്ത്രവും 11,000 വർഷത്തോളം പാരമ്പര്യമുള്ള ഭാരതീയ സന്ദേശങ്ങളും ഒരൊറ്റ പന്ഥാവിന് കൂട്ടിയിണങ്ങി നിൽക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥവും വ്യാപ്തിയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അത്രയും ഉജ്ജ്വലമായ ചിന്താധാരയുടെ അവകാശികളാണ് നമ്മള്. ഭാരതീയ ഈശ്വര സങ്കല്പത്തില് അണോരണീയാൻ മഹതോ മഹീയാൻ ആത്മാ ഗുഹായാം നിഹിതോസ്യ ജന്തോ എന്ന വരി മനസ്സിലാക്കാൻ സാധിക്കാത്തവർക്കാണ് മഹാവിഷ്ണുവിന്റെ രൂപത്തിൽ, പ്രപഞ്ചത്തിന്റെ രൂപത്തില്, പ്രപഞ്ച പുരുഷന്റെ രൂപത്തില്, നീല നിറത്തില്, മിൽക്കി വേ എന്ന പാലാഴിയില് എന്ന സോളാർ സിസ്റ്റത്തിനകത്ത്, മിൽക്കി വേ ഗാലക്സി എന്ന സിസ്റ്റത്തിനകത്ത് വിഷ്ണുവിനെ ഉറക്കി ഇൻഫിനിറ്റി എന്ന പദത്തിലൂടെ ശോഭിപ്പിക്കുന്ന അനന്തം എന്ന പദം വ്യക്തമായി വിവരിച്ചിരിക്കുന്ന അനന്ത സർപ്പത്തിന്റെ മുകളിൽ സർപ്പത്തിനെ എടുക്കാൻ കാരണം ഏത് ഗാലക്സിയുടെ ഫോട്ടോ എടുത്താലും ആ ഗാലക്സി എല്ലാം ചുരുണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മാതൃഭൂമിയിലെ ചില ഫോട്ടോ ചില ഗാലക്സിയെ കുറിച്ച് നോക്കിയാൽ കോയിൽഡ് സ്ട്രക്ചറായിട്ടുള്ള ഒരേ ഒരു ജീവി സർപ്പമാണ്. ചിലപ്പോ ചില MLA-മാരും കോയിൽഡ് ആവും. അതൊഴികെ ബാക്കിയുള്ള സർപ്പം, അനന്ത സർപ്പത്തിന്റെ മുകളില് നീല നിറത്തില്, പ്രപഞ്ചത്തിന്റെ നിറം നീലയാണ്, ആറ്റത്തിന്റെ നിറവും നീലയാണെന്ന നേച്ചർ എന്ന മാഗസിൻ കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്തതായ ഒരു ഉജ്ജ്വല സത്യമുണ്ട്. ആറ്റത്തിന്റെ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചാൽ അത് ഉജ്ജ്വലമായ നീല നിറമായിരിക്കും അതിനുള്ളതെന്ന്. ആ നീല നിറവും കൊടുത്ത് വിഷ്ണുവിനെ അവിടെ കിടത്തി ഉറക്കിയപ്പോൾ പ്രപഞ്ചമെന്ന വിശ്വരൂപം ദിവ്യം ദദാമി തേ ചക്ഷു പശ്യമേ യോഗമൈശ്വര്യം, ദിവ്യ ചക്ഷുസുകൊണ്ട് മാത്രം കാണാൻ സാധിക്കുന്ന ഒരു പ്രപഞ്ച രൂപത്തെ മുമ്പിൽ നിർത്തി പാറശാല ക്ഷേത്രത്തിൽ വരുന്നവരോടും 100 കോടി ജനങ്ങളോടും ഇനി ഇവിടേക്ക് വരാൻ പോകുന്ന 500 കോടി ജനതയോടും പറഞ്ഞു, ഈശ്വരൻ എന്ന് പറയുന്നത് പ്രപഞ്ചമാണ്. ഊഹിക്കാനും ചിന്തിക്കാനും മനസ്സിൽ മനനം ചെയ്യാനും ബുദ്ധിമുട്ടാണെങ്കിൽ ഞാനിതാ ഒരു രൂപം തരുന്നു, ഒരു അനന്ത ശയനത്തിന്റെ രൂപം, ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം. അടുത്ത 2 വാക്കുകള് വിശ്വാകാരം ഗഗനസദൃശം. വിശ്വത്തിന്റെ ആകൃതിയാ. വിശ്വത്തിന് എന്ത് ആകൃതിയാ ഉള്ളത്? ഗഗനസദൃശം. വോയേജർ 12 വർഷങ്ങൾക്ക് മുൻപ് നെപ്റ്റ്യൂണിന്റെയും പ്ലൂട്ടോയുടെയും അടുത്തേക്ക് പോയി. അവിടെ നിന്ന് നോക്കിയാൽ ആകാശം പിന്നെയും അത്രയും അകലെ ഉണ്ട്. അങ്ങനെയുള്ള ഗഗന സദൃശം, ആകാശത്തിന്റെ സദൃശമുള്ള വിഷ്ണുവിനെ മുമ്പിലോട്ട് എടുത്തു തന്നിട്ട് പറഞ്ഞു, ഈശ്വരനായി സങ്കല്പിക്കുക. ഒരു കാര്യം പറയാം, ലോകത്തിൽ ഇനി വരുന്ന 10 ലക്ഷം വർഷങ്ങൾക്കുള്ളിൽ ഏതെങ്കിലും പുതിയ ഒരു മതമുണ്ടായാൽ, പുതിയ ഒരു ധർമ്മമുണ്ടായാൽ, വിഷ്ണുവിന്റെ രൂപത്തെ പോലെ ഒരു ഈശ്വരനെ സൃഷ്ടിക്കണമെങ്കിൽ ആ ധർമ്മം ഹിന്ദു ധർമ്മത്തിൽ നിന്ന് ഉണ്ടായാലേ പറ്റുകയുള്ളൂ. മറ്റൊരു ധർമ്മത്തിലെ ഈ വിശ്വാകാരത്തിലുള്ള ഈശ്വരനെ സൃഷ്ടിച്ചു മുമ്പിൽ നോക്കാൻ സാധ്യമല്ല.
because it is the most scientific concept that anybody can approve, appreciate and accept. അതാണ് വിശ്വാകാരം. അതുപോലെ തന്നെ ഒരു ബ്രഹ്മാവിനെ സൃഷ്ടിച്ച് എക്സ് ആക്സിസും വൈ ആക്സിസും ഇസഡ് ആക്സിസും ടൈം ആക്സിസും ഉള്ള 4 അക്ഷങ്ങളുള്ള 4 തല കൊടുത്ത് നാൽമുഖൻ എന്ന ബ്രഹ്മാവിനെ സൃഷ്ടിച്ച് സനാഭികമലേ വിഷ്ണു സ്ഥിതോ ബ്രഹ്മപ്രജാപതി, വിഷ്ണുവുമായി ഒരു താമരയിലൂടെ ഗർഭസ്ഥ ശിശു അമ്മയുമായി പൊക്കിൾക്കൊടിയിലൂടെ ബന്ധപ്പെടുന്നത് പോലെ സൃഷ്ടികർത്താവായ ബ്രഹ്മാവിനെ സൃഷ്ടിയുടെ ആധാരമായ പ്രപഞ്ചവുമായി പൊക്കിൾക്കൊടിയിലൂടെ ബന്ധപ്പെടുത്തിയപ്പോൾ അൾട്രാ മോഡേൺ മാത്തമാറ്റിക്സും അൾട്രാ മോഡേൺ ബയോകെമിസ്ട്രിയും പിക്ടോറിയലായിട്ട് റെപ്രസെന്റേറ്റ് ചെയ്തിരിക്കുന്നത് ഈ രൂപത്തിലാണെന്ന് ഇസ്രായേലിലെ ശാസ്ത്രജ്ഞനായ ഫ്രിഡ്ജ് ഓഫ് കാപ്ര പറയുമ്പോൾ ഒന്ന് മനസ്സിലാക്കാം, ഇതിനപ്പുറം ഈശ്വരനെ കുറിച്ച് ഒരു പിക്ടോറിയൽ സിംബോളിക് റെപ്രസെന്റേഷൻ സാധ്യമല്ല. അതുകൊണ്ടാണ് മൂന്നാമത്തെ ത്രിമൂർത്തിയായ ശിവനെ നമ്മൾ ഇവിടുത്തെ നമ്പൂതിരിമാര് പൂജ കഴിക്കുന്ന സമയത്ത് ആവാഹിക്കാറുണ്ട്. ബിഭ്രതോർബിക്കുടാരം മൃഗമഭയവരോ സുപ്രസന്നോ മഹേശ സർവാലങ്കാരദീപ്ത സരസിജ നിലയോ വ്യാഘ്രചർമാത്തവാസ ധ്യേയോ മുക്ത പരാഗാമൃതരസകിലദാദ്രിപ്രഭാ പഞ്ചവക്ത്ര ത്രക്ഷക്കോടീരകോടിരകടിതതുഹിനരോചിഷ്കല ഉത്തുംഗമൗലി എന്ന് പറഞ്ഞ് ആ ശിവനെ തൊഴുമ്പോൾ അതിനകത്തൊരു വലിയ സന്ദേശമുണ്ട്. ശിവനെ മാത്രം ഞാൻ അർദ്ധനാരീശ്വരനായിട്ട് തൊഴും. അതിന് കാരണം ശിവൻ മൃത്യുഞ്ജയനാണ്. മൃത്യുവിന്റെ അധീനതയുള്ള പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തിനെയാണ് ധ്യേയ പഞ്ചമുഖോരുദ്ര, 5 മുഖങ്ങളായി ധ്യാനിക്കണമെന്ന് പറയുക. തൃക്കണ്ണിലെ അഗ്നിയും ജടയിലെ വായുവും ജടയിൽ തന്നെയുള്ള ജലവും കയ്യിലുള്ള ആയുധവും കഴുത്തിലുള്ള സർപ്പത്തിന് സിംബോളിക്കായി റെപ്രസെന്റ് ചെയ്യുന്ന രോഗവും, അങ്ങനെ 5 എണ്ണം ആ അധീശനെ മംഗളകരമായി ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർമക്ഷീയമാമൃതാത്. മൃത്യുഞ്ജയ മന്ത്രം ചൊല്ലി എന്നെ മരണത്തിൽ നിന്ന് അല്പം കാലത്തേക്ക് മാറ്റി നിർത്തണേ എന്ന് 2 കയ്യും കൂപ്പി പാടുമ്പോൾ ഒരു പക്ഷേ 2 കയ്യും കൂപ്പി ഈ വേദമന്ത്രം ചൊല്ലുമ്പോൾ ഒരു പക്ഷേ കേരളീയരും ഭാരതീയരും വിചാരിക്കും ശിവൻ എങ്ങനെയാ ഇത് ചെയ്യുന്നതെന്ന്. ഇന്ന് ഏറ്റവും കൂടുതൽ മൃത്യുഞ്ജയ മന്ത്രം ചൊല്ലുന്നത് ആരാണെന്നറിയാമോ? എല്ലാ കാറിനകത്തും ഗായത്രി മന്ത്രത്തിന്റെയും മൃത്യുഞ്ജയ മന്ത്രത്തിന്റെയും കാസറ്റ് ഉണ്ടാവും. വീട്ടിൽ നിന്നിറങ്ങി ഓഫീസിലേക്ക് പോകുന്നത് വരെ ഈ കാസറ്റ് ഇട്ട് മന്ത്രം കേട്ടുകൊണ്ടാണ് ഓഫീസിൽ ആൾക്കാർ പോവുക. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഉജ്ജ്വലമായ ഡോക്ടർമാര് പറഞ്ഞു, നിരന്തരം ഗായത്രി മന്ത്രവും ഇതുപോലെ മൃത്യുഞ്ജയ മന്ത്രവും വളരെ ടെൻഷനുള്ള ഡ്രൈവിംഗ് സമയത്ത് കേട്ടാൽ BP കൂടില്ല, ഹാർട്ട് അറ്റാക്ക് വരില്ല. ഇത് 2 മരണകാരണ. ഏതായാലും കേരളത്തിലെ ഹാർട്ട് അറ്റാക്കിന്റെ റേറ്റ് 37% എവരി ഇയർ കൂടിക്കൊണ്ടുവരുന്ന അവസരത്തിൽ ന്യൂ ഓർലിയൻസുകാർ ചെയ്യുന്നത് പോലെ കാറിൽ മൃത്യുഞ്ജയ മന്ത്രം വെച്ചു കഴിഞ്ഞാൽ ഒരു കാര്യമെങ്കിലും ഭാര്യയോടും മക്കളോടും പറയാം, ഞാൻ കാറിൽ മൃത്യുഞ്ജയ മന്ത്രം വെക്കാൻ കാരണം ആത്മീയവാദി ആയതുകൊണ്ടൊന്നുമല്ല. ന്യൂ ഓർലിയൻസിലെ ഡോക്ടർമാർ അവിടത്തെ ജീവിക്കുന്ന എല്ലാവരോടും പറഞ്ഞിരിക്കുന്നതാണ് കാറിൽ ഗായത്രി മന്ത്രവും മൃത്യുഞ്ജയ മന്ത്രവും വെക്കാൻ. അപ്പൊ ഞാൻ അമേരിക്കക്കാരെ ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഇതിനകത്ത് ഈ കാസറ്റ് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് സന്തോഷിക്കാനും അവസരമുള്ളത് കൊണ്ട് ഈ മൃത്യുഞ്ജയ മന്ത്രത്തിലെ ശിവനെ മംഗളരൂപി ആയതുകൊണ്ട് ആ ശിവൻ ഒരു വള്ളി വന്നത്. ശിവം, ഷാക്കൊരു വള്ളിയുണ്ട്, ആ വള്ളിക്കൊരു പേരുണ്ട്, വള്ളി ദേവി. ആ വള്ളി ദേവിയാണ് പാർവതി. പാർവതിയും കൂടി ചേർന്ന ശിവനാണ്, കൺസെപ്റ്റാണ്. കാരണം ശിവനും പാർവതിയും എന്നെയും നിങ്ങളെയും പോലെ സാധാരണ മനുഷ്യരാണെന്നൊക്കെ വിചാരിച്ചാൽ ശുദ്ധ അബദ്ധം പറ്റും. കാരണം ശിവനും പാർവതിക്കും അച്ഛനും അമ്മയും ഒന്നുമില്ല, അവര് മനുഷ്യരുമല്ല. പക്ഷെ നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക്
വീട്ടിനകത്ത് പണപ്പെട്ടിയിലുള്ള 500-ന്റെ നോട്ട് മാത്രം നോക്കി നിരന്തരം ജീവിക്കുന്ന വ്യക്തിക്ക് ഈശ്വരന്റെ രൂപം ചിന്തിക്കാൻ പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ മനസ്സിലാവോ? അത് മനസ്സിലാവാത്തത് കൊണ്ട് അവർക്ക് കൂടി മനസ്സിലാക്കാൻ പാകത്തിന് ഒരു രൂപം കൽപ്പിച്ച് മുമ്പോട്ട് തന്നപ്പോൾ 21-ാം നൂറ്റാണ്ടും 22-ാം നൂറ്റാണ്ട് കഴിഞ്ഞാലും അതില് ഇന്ത്യൻ ഭരണഘടനയിൽ അമെന്റ്മെന്റ് വരുത്തുന്നത് പോലെ ശിവന്റെ ശരീരത്തിൽ അമെന്റ്മെന്റ് വരുത്താതിരിക്കാൻ വേണ്ടിയാണ് പെർഫെക്റ്റ് ആയിട്ട് സകല സയന്റിഫിക് കൺസെപ്റ്റുകളും കൂടി ചേർത്ത് അർദ്ധനാരീശ്വരനായി ചേർത്ത് ശിവന്റെ ചൈതന്യത്തിൽ വള്ളിയിട്ട് വള്ളി മാറ്റി ശിവനെ ആരാധിച്ചാൽ ശിവം ശവമാവും. അതുകൊണ്ട് പാർവതീ സമേതനായ ശിവൻ ശക്തിയുടെ മൂർത്തിമത് ഭാവമായ പാർവതിയെയും കൂടി ചേർത്ത് ശിവനെ ആരാധിക്കാൻ പറഞ്ഞു പാറശാലയിലേക്ക് വരാൻ ചില ജ്യോതിഷന്മാർ എഴുതി കൊടുക്കുന്നതിന്റെ പുറകിലും നിങ്ങൾക്ക് വരാൻ തോന്നിയതിന്റെ പുറകിലുമെല്ലാം ഉള്ള ഈ ചൈതന്യമാണ്. ലോകത്തിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ച ഒരു വാക്ക്, 207 ആറ്റമിക് റിയാക്ടർ ഉണ്ട് ലോകത്തില്. 207 ആറ്റമിക് റിയാക്ടറും ശിവലിംഗത്തിന്റെ ആകൃതിയിലാണ്. ശിവം ശക്തിയുടെ ഉറവിടമാണെന്ന് തെളിയിക്കാൻ ഇതിൽ പരം ഒരു എക്സാമ്പിൾ എന്താ വേണ്ടത്? ലോകത്തിലെ 2 പ്രോസസിംഗ് കാര്യങ്ങൾക്ക് മാത്രമേ വെള്ളം സർക്കുലേറ്റ് ചെയ്യാറുള്ളൂ, കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം സർക്കുലേറ്റ് ചെയ്യാറുള്ളൂ. ഒന്ന്, ആറ്റമിക് റിയാക്ടറില് ഹെവി വാട്ടർ സർക്കുലേറ്റ് ചെയ്യണം. 2, പാറശാല മഹാദേവ ക്ഷേത്രം പോലെയുള്ള ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിനകത്തേക്ക് നോക്കിയാൽ ശിവലിംഗത്തിന്റെ മുകളിൽ ഒരു ധാരക്കടാരം വെച്ചിട്ടുണ്ട്. 24 മണിക്കൂറും അതിൽ നിന്ന് ദർഭപ്പുല്ല് വഴി ഈ ശിവലിംഗത്തിന്റെ മുകളിലേക്ക് ഓരോ ഡ്രോപ്പ് വെള്ളം വരുന്നത് കാണാൻ സാധിക്കും. അപ്സുമേ സോമോ അബ്രവീയതന്തർവിശ്വാനി ഭേഷജാ അഗ്നിഞ്ച വിശ്വശംഭുവം ആപശ്ച വിശ്വഭേഷജി ആപപ്രണീത ഭേഷജം വരൂധം തൻവേ ഏമമാജോക്ച സൂര്യം ദൃശേ ഇതമാപ പ്രവഹത യത്കിഞ്ച എന്ന് പറഞ്ഞ് ആ ജലം ഔഷധമാണ്. സർവ അഗ്നിയെയും ശമിപ്പിക്കുന്ന ഔഷധത്തെ പോലെയുള്ള യൂണിവേഴ്സൽ മെഡിസിൻ എന്ന് മോഡേൺ സയൻസ് ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ജലത്തെ യൂണിവേഴ്സൽ മെഡിസിൻ എന്ന് ആപശ്ച വിശ്വഭേഷജി